എന്താണ് നിധി എന്നായിരുന്നു നമ്മുടെ എല്ലാം ചിന്ത. 10-12 വർഷക്കാലം BJP ഗവൺമെന്റ് ഇനി അങ്ങോട്ട് എന്താണ് ഭാവി എന്നതിനെപ്പറ്റി ആശങ്കയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ലെനിൻ പറഞ്ഞിട്ടുണ്ട്, 5-10 വർഷക്കാലം നിശ്ചലമായിട്ട് നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇനി എന്താണ് എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. 10-12 വർഷം അല്ലെങ്കിൽ എത്രയോ വർഷം കഴിയുമ്പോൾ പുതിയ സാഹചര്യങ്ങളും പുതിയ രീതിയിലുള്ള വിപ്ലവ മുന്നേറ്റങ്ങളും ലോകത്തെവിടെയും രൂപപ്പെടും എന്ന് ലെനിൻ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് ഈ ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവാക്കളും തന്നെയാണ് ഒരു പുതിയ പന്ഥാവിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നോട്ടേക്ക് നയിച്ചത്. ജെൻസി കുട്ടികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാര്, അവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. രാഷ്ട്രീയം അവർ പ്രധാനമായിട്ട് കാണുന്നില്ല. അവർ ഈ ഫോണെല്ലാമായിട്ട് കളിക്കുകയാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പരിവർത്തനപരമായ ദിശയിൽ ഈ പറയുന്ന 16 വയസ്സ്, 17 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ്, 25 വയസ്സുള്ള നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും ഭരണവർഗത്തിനെതിരായ പോരാട്ടത്തിന്റെ മുമ്പിൽ സഹനപൂർവമായ പോരാട്ടത്തിൽ എല്ലാ മർദ്ദന ഉപകരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവർ അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോയ കാഴ്ച നമ്മൾ കണ്ടു. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ പ്രധാന രാജിവെപ്പിച്ചേ അടങ്ങൂ എന്നുള്ള തീരുമാനം അവസാനം 12 വർഷക്കാലം ഒരിക്കലും ആർക്കും കീഴടങ്ങാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ BJP സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ മുട്ടുകുത്തിച്ച് രാജിവെപ്പിച്ച പ്രസ്ഥാനം ഈ ഇന്ത്യയിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് SFIയുടെ പിന്തുണയുണ്ടായിരുന്നു, DYFIയുടെ പിന്തുണയുണ്ടായിരുന്നു, മറ്റ് വിവിധ യുവജന പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണയെല്ലാം ആർജിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുടനീളം, ജന്തർ മന്ദിറിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം അതിശക്തിയായ പോരാട്ടം നടത്താൻ നമുക്ക് സാധിച്ചത്. ചരിത്രം മാറ്റി എഴുതുകയാണ്. ആയുധപ്പുരയിൽ ഉണ്ടാവുന്ന ബോംബും അതുപോലെ തന്നെ ആയുധങ്ങളും കൊണ്ടല്ല ഒരു ജനതയെ അതിജീവിക്കാനാവുക എന്ന് കൃത്യതയോടുകൂടി ഇതിനു മുമ്പ് തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. രാംഷയെ പോലുള്ള ആളുകൾ, നിങ്ങളുടെ കയ്യിലുള്ള ഭരണകൂട ശക്തികൾക്ക് ഭരണകൂടം അവരുടെ കയ്യിലാണ്, ആയുധങ്ങൾ അവരുടെ കയ്യിലാണ്, പട്ടാളം അവരുടെ കയ്യിലാണ്. ഈ പട്ടാളവും അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും കൊണ്ട് ഒരു ജനതയെ ഒരിക്കലും നിശബ്ദരാക്കാനാവില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ പൗരസമൂഹം നിങ്ങളുടെ ആയുധപ്പുരയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ ആക്രമിക്കാൻ വരുമ്പോൾ, അവരെ ആക്രമിക്കുമ്പോൾ അവരോരോരുത്തരും ഈ അക്രമത്തിന് വിധേയപ്പെടാൻ ഉള്ള മനസ്സ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കടന്നാക്രമിക്കാനാവുന്നത്. നിങ്ങളുടെ ആയുധപ്പുര ഉള്ളത് കൊണ്ടല്ല. ആ ആയുധപ്പുര ഉപയോഗിച്ച് നിങ്ങൾ നടത്തുന്ന മർദ്ദനത്തെ ഭരണഘടനാപരമായിട്ടും മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് അത് വിധേയപ്പെടാൻ എനിക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വിധേയപ്പെടേണ്ടതുണ്ട് എന്ന ബോധം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കടന്നാക്രമിക്കാൻ കഴിയുന്നത്. എപ്പോഴാണോ ഈ പൗരസമൂഹം നിങ്ങളുടെ ആയുധപ്പുരയെ നോക്കി ഈ ആയുധപ്പുരയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മർദ്ദനോപകരണങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ എനിക്ക് മനസ്സില്ല, ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് എപ്പോഴാണോ പൗരസമൂഹം തീരുമാനിച്ച് മുമ്പോട്ട് ഇറങ്ങുന്നത്, അന്ന് നിങ്ങളുടെ ആയുധപ്പുര നിശ്ചലമായിരിക്കുമെന്ന് പറഞ്ഞത് മാർക്സിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശരിയായ ദിശാബോധത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനാണ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഗ്രാംഷി. എത്ര ശരി! ആയുധമില്ലാതെ കൊണ്ടല്ലോ ഈ വിദ്യാർത്ഥി സമൂഹത്തെ അവർ കടിച്ചമർത്താനാവാതിരുന്നത്. നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരു ജനതയെ, ഞാൻ നേരത്തെ പറഞ്ഞ പൗര സമൂഹത്തെ ഒരു ഭരണകൂടത്തിലും അക്രമം കൊണ്ട് അവസാനിപ്പിക്കാനാവില്ല എന്ന ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഇന്ത്യയിലും നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഏതിനെയും നേരിടാനുള്ള കരുത്ത് മനുഷ്യ സമൂഹത്തിൻ്റെതാണ്. സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ്. ആ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തോടൊപ്പം തൊഴിലാളികളും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും എല്ലാം ചേർന്ന് നിലവിലുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ, അതാണ് വിവിധ വർഗ പ്രസ്ഥാനങ്ങൾ,
തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളാകെ, യുവജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് ഈ വർഗ പ്രസ്ഥാനങ്ങളാകെ ഭരണവർഗത്തിന്റെ നിലപാടുകൾക്കെതിരായിട്ട് അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അങ്ങനെ രൂപപ്പെടുന്നതാണ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല കേരളത്തെ പോലെ. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണകൂടത്തെ മാറ്റി ഒരു പുതിയ ഭരണ സംവിധാനത്തിലേക്ക് നീക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ പോരാട്ടത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പിന്റെ ഏറ്റവും സജീവമായ ഒരു രംഗമാണ് നമ്മൾ ജന്തർ മന്ദിറിലൂടെ ലോകത്തെമ്പാടും കാണിച്ചത്, ഈ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചത്. അതിന്റെ ചുക്കാൻ പിടിച്ച വിഭാഗമായിട്ട് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് മാറിയിട്ടുള്ളത്.